ഹലോ, നമുക്കിന്നൊരു വത്തൽ മീൻ കേട്ടോ. അതുകൊണ്ടൊരു വെറൈറ്റി റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/2 കിലോ വത്തൽ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ശകല ഉപ്പിടുക. ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: വേപ്പില, ഒരു 2 തണ്ട് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ മുളക് കേട്ടോ, ചീനാപ്പറങ്കി എന്ന് പറയും ഞങ്ങൾ. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ചെറുള്ളി, മല്ലിയില, പിന്നെ ഒരു പാത്രത്തിൽ ലേശം പുളി വെള്ളം കലക്കി വെക്കുക, ഒരു അരമുറി തേങ്ങ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആ സാധനങ്ങൾ മൊത്തം നമ്മൾ മിക്സിയുടെ ജാറിലിടുക. എല്ലാം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിടുക. ലേശം കുറച്ച് വേപ്പിലൊക്കെ ഇട്ട്, പിന്നെ വത്തലിലോട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇടുക. കുറച്ച് തേങ്ങ ചിരകിയത് ഇടുക. അതൊന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും ചേർക്കുക. അരപ്പൊക്കെ ചേർത്ത്, ചെറിയ ലൈറ്റ് പ്രോബ്ലം ഉണ്ടല്ലേ, വൈകുന്നേരത്താട്ടോ വീഡിയോസ് എടുത്തത്, അതുകൊണ്ടാണ് ആ ലൈറ്റ് പ്രോബ്ലം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. നല്ലെണ്ണം മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ മഞ്ഞളും ഉപ്പും നമ്മളെ അരപ്പും ഒക്കെ ഒന്ന് ക്ലിയറായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ലേശം തേങ്ങ, നമ്മൾ പുട്ടിൻ്റെ ഇത് തന്നെ, പുട്ടിലാണ്, പുട്ടും പാനി വെച്ചിട്ട് അതിലാണ്. അപ്പോൾ അതിലേക്ക് ലേശം തേങ്ങ ഇടുക. പിന്നെ നമ്മളെ ആ ഇത് മീനും ഇതൊക്കെ പാടെ അതിലോട്ടിടുക. അതിടുമ്പോൾ നമ്മൾ പുട്ടിന് മാവിടുന്ന മാതിരി ടൈറ്റാക്കി ഇടരുത്. ഒന്ന് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആവി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ചെയ്ത് നമ്മൾ ഗ്യാസ് ഓണാക്കി പുട്ടുപാനി വെള്ളമൊക്കെ വെച്ച് അതിൽ വെച്ചിട്ട് അതിലോട്ട് വെക്കുക. അങ്ങനെ നമ്മളെ മീൻ ആവിയിൽ വേവിച്ച വത്തൽ റെഡി ആയിട്ടോ. അങ്ങനെ റെഡിയാക്കി എടുത്ത്, പിന്നെ ബാക്കിയുള്ളതും കൂടി ഇതിലിട്ട് കുറച്ച് വേപ്പിലയും നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ഒപ്പം കൂട്ടണം കേട്ടോ. നല്ല